ഹായ് ഫ്രണ്ട്സ്, KL10 FOOD&TECHിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഊഞ്ഞാൽ ബാർബിക്യൂ ചിക്കൻ എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ചെറിയ ബുദ്ധിമുട്ട് കാരണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനാണ്, ഒരു ഫുള്ള് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ പുറത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് കളയാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി നല്ലോണം ഒന്ന് കഴുകും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം കൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കാം. നമുക്കിത് മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടി മല്ലിയിലയാണ് വേണ്ടി, അതുപോലെ പുതിനയില എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ എരിവില്ലാത്ത കുറച്ച് പച്ചമുളക്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് തൈരും കൂടി വേണം, അത് നമ്മളിവിടെ എടുത്തിട്ടില്ല. അത് നമുക്ക് മസാല കുഴക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ ഈ മല്ലിയില ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ പുതിന ഇല എല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മല്ലിയില അരച്ചെടുത്താണ്. അതുപോലെ പുതിനേൻ്റെ ഇല, പച്ചമുളക് അരച്ചെടുത്താണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ടൊന്നും വേണ്ട, കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പ് വന്നിട്ടു. അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കാരണത്താലാണ് ഇത് കട്ട പിടിച്ചിരുന്നത്. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തേക്ക് എല്ലാം എത്തുന്ന പോലത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിൽ ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ ജസ്റ്റിൽ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം, മസാല നല്ല ആഴത്തിൽ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് മസാല ഇതിലേക്ക് ആഡ് ചെയ്തു ഉള്ളിലോട്ടൊക്കെ നല്ലോണം ആക്കി കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം മസാലകളൊക്കെ.
അപ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യൽ മുളക് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് മസാല ഒക്കെ ഒന്ന് 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ചെറിയൊരു അടുപ്പ് സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെട്ടാനായിട്ട് കെട്ടുമ്പി ഉപയോഗിച്ച് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കെട്ടി കൊടുക്കും. അപ്പോൾ ഇവിടെ കമ്പൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ചിക്കന് ഒരു കെട്ട് കമ്പി ഉപയോഗിച്ച് നമുക്ക് ഇതിൽ തൂക്കിയിടാണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കനൽ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അടിഭാഗത്തൊന്ന് നന്നാക്കിയെടുക്കാം. നമുക്ക് കനൽ ഒരുക്കാം. അപ്പോൾ ഇനി നമുക്ക് കനലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ കുറച്ച് ചിരട്ട അതുപോലെ മരത്തിൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇട്ടെടുത്ത് കനലൊന്നും ഉണ്ടാക്കി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കത്തിക്കാം. ചിരട്ടായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കത്തിപ്പിടിക്കാൻ. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം മസാല ഒക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 2 കാലുകൾ തമ്മിൽ കൂട്ടി കെട്ടി കൊടുക്കണം. ഇവിടെ കെട്ടുകമ്പി ഉപയോഗിച്ചാണ് കെട്ടി കൊടുക്കുന്നത്. ഒരു സൈഡിൽ കെട്ടിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൻ്റെ ഭാഗവും നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. ഭാഗം ഒന്നുകൂടി ഒന്ന് ലോക്കാക്കി കെട്ടിയിട്ടുണ്ട്. ഈ കൈയിൻ്റെ അടിഭാഗത്ത് കൂടെ വന്നിട്ട് ഒന്ന് കെട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ആ ചിക്കനൊക്കെ കനലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമുക്ക് കുക്കിങ്ങിനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മുടെ ചിക്കന് ചില സമയങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും കറക്റ്റ് വേവ് എത്തുന്നതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ആട്ടുന്നതനുസരിച്ച് നമ്മുടെ കനൽ നല്ല ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ചിക്കന് പെട്ടെന്ന് വേകാനും സാധ്യത കൂടുതലാണ്.
നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് തേക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഇതായിപ്പോയി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല വേവൊക്കെ എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നിന്നൊന്ന് ഊരിയെടുക്കാം. ചൂടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കെട്ടി വെച്ച കമ്പിയൊക്കെ നമുക്ക് ഊരിയെടുക്കാം. നമ്മൾ കമ്പിയൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കും. ഇതിന് നടുവ് ഓക്കെ, നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കണം. ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ചാവല് കഴിച്ചു. നീ കഴിച്ചോ? സൂപ്പറായി കണ്ടോ? സൂപ്പറായി, സംഭവം സൂപ്പറായിട്ട് നല്ല വെന്തിട്ടുണ്ടല്ലോ ഉള്ളത്. സംഭവം നല്ല അടിപൊളി. നമ്മൾ വിചാരിച്ചില്ല ഉഷാറായിട്ട് സംഭവം. ഇത്ര ഒന്നും വേഗം നമ്മൾ പ്രതീക്ഷിക്കില്ല. കഴിച്ചോളൂ. രക്ഷയില്ല, സൂപ്പറായി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ചിക്കന് ചെറിയൊരു വേവിൻ്റെ കുറവുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കേണ്ട അവസ്ഥ വന്ന്. നല്ല കുഴപ്പമില്ല, നല്ല ഉഷാറായിട്ടുണ്ട് സംഭവം. നമ്മൾ വിചാരിച്ചിലേറെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ഗുഡ് ബൈ.